നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് ആലേഖനം ചെയ്തത് വലിയ രീതിയിൽ വിവാദമായി. ക്ഷേത്രം പരാതി കൊടുക്കുന്നു, പോലീസ് എത്തുന്നു, FIR ഇടുന്നു, വിവാദമാകുന്നു, പ്രതികരണങ്ങൾ പലതും എത്തുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിൽ കേസെടുത്ത സംഭവത്തിന് പിന്നാലെ ശാസ്താംകോട്ടം മുതുപ്പിലാക്കോട് പാർത്ഥസാരഥി ക്ഷേത്രം സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. BJP പ്രവർത്തകർക്കൊപ്പമാണ് സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്രത്തിന് മുന്നിലെ പൂക്കളത്തിനുള്ളിൽ സിന്ദൂരം വിതറിക്കൊണ്ട് കേന്ദ്രമന്ത്രി പിന്തുണ അറിയിക്കുകയായിരുന്നു. മാത്രമല്ല, മാധ്യമങ്ങളോട് ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടില്ല. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ തന്നെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന് 27 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കലാപക്കുറ്റം ആരോപിച്ചായിരുന്നു FIR അടക്കം രജിസ്റ്റർ ചെയ്തത്. ഇതിനെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ മറ്റു പലരും പ്രമുഖരും, മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവർ ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ വിമർശനങ്ങൾക്കിടെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് ക്ഷേത്രത്തിലെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആരായാൻ ശ്രമിച്ചപ്പോൾ താനൊരു മന്ത്രിയാണ് എന്നൊരു പ്രതികരണം മാത്രമാണ് അദ്ദേഹം നടത്തിയത്. എന്തായാലും അദ്ദേഹം നേരിട്ട് ആ സ്ഥലത്തെത്തി തന്റെ പിന്തുണ അറിയിച്ചു. മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാതെ മടങ്ങുകയും ചെയ്തു. മുതുപ്പിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലായിരുന്നു അത്തപ്പൂക്കളം ഒരുക്കി അതിന് കീഴെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കളാൽ എഴുതിയത്. സംഭവത്തിൽ 25ഓളം ഭക്തർക്കെതിരെ കേസെടുത്തു. ഐക്യദാർഢ്യവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവിടേക്ക് എത്തുകയായിരുന്നു. മാത്രമല്ല, ഈ പൂക്കളത്തിൽ സിന്ദൂരം വിതറിയ ശേഷം സിന്ദൂരം അവിടെ നിന്ന് പ്രവർത്തകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു സുരേഷ് ഗോപി. കേസിൽ 1-ാം പ്രതിയായ അശോക് എന്ന ജവാനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സുരേഷ് ഗോപി വരുന്നു എന്നറിഞ്ഞ് നൂറുകണക്കിന് ആൾക്കാർ ക്ഷേത്രനടയിൽ ഒത്തുകൂടിയിരുന്നു. വന്ദേ മാതരവും ഭാരത് മാതാ കി ജയ് വിളിച്ചുമാണ് സുരേഷ് ഗോപി അവർ സ്വീകരിച്ചത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ, ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ്, പ്രഭാരി TR അജിത് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AR അരുൺ, ആലഞ്ചേരി ജയചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് കുമാരി സച്ചു എന്നിവർ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് മായ്ക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുന്നു. പൂക്കളത്തിൽ എഴുതിയത് മായ്ക്കാൻ വിസമ്മതിച്ചവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു. അതേസമയം RSS പ്രവർത്തകരും ചില നാട്ടുകാരും ചേർന്നാണ് പൂക്കളം ഒരുക്കിയതെന്ന് പൂക്കളമിട്ടവരുടെ കൂട്ടത്തിൽ ഒരാൾ ചില മാധ്യമങ്ങളോട് പറഞ്ഞു. കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മുൻ സൈനികനായ ശരത്തിനെ 1-ാം പ്രതിയും നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന അശോകൻ 2-ാം പ്രതിയും കണ്ടാൽ അറിയാവുന്ന 25 പേർക്കെതിരെയുമാണ് കേസെടുത്തത്. ക്ഷേത്രമുറ്റത്ത് ഛത്രപതി ശിവജിയുടെ ചിത്രമുള്ള ഫ്ലക്സ് വെച്ചെന്നും FIR-ൽ പറയുന്നുണ്ട്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് BJP മാർച്ച് നടത്തുകയാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്കാണ് BJP മാർച്ച്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി മാർച്ച് ഉദ്ഘാടനം ചെയ്യും. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന് സൈനികർക്കും ദേശഭക്തർക്കെതിരെയുമാണ് കലാപത്തിന് കേസെടുത്തത്. എന്നാൽ ഇതിനെതിരെ മുതിർന്ന BJP നേതാക്കൾ ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. പൂക്കളം ഒരുക്കിയതിൽ കേസെടുത്ത നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യദ്രോഹപരവും ലജ്ജാകരവുമായ FIR ഉടൻ പിൻവലിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. സ്വന്തം രക്തം കൊടുത്ത് രാജ്യത്തെ സംരക്ഷിക്കുന്ന ഓരോ സൈനികനെയും അപമാനിക്കുന്നതാണ് കേരള പോലീസിന്റെ നടപടിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പൂക്കളം ഒരുക്കിയതിന് കേരള പോലീസ് FIR ഇട്ട നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് കേരളമാണ്. ഇന്ത്യയുടെ ഭാഗമെന്നതിൽ അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല. ദേശസ്നേഹികളായ എല്ലാ ഭാരതീയരുടെയും അഭിമാനമാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമ്മുടെ സായുധ സേനകളുടെ കരുത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും പ്രതീകമാണത്. തീവ്രവാദികൾ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ 26 നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ മരണത്തിന് പകരം വീട്ടിയ ധീരമായ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഓർക്കണം. തീവ്രവാദത്തിന്റെ ഇരകളായ 26 ഇന്ത്യക്കാരെയും അവരുടെ കുടുംബങ്ങളെയും സ്വന്തം രക്തം കൊടുത്തും രാജ്യത്തെ കാത്ത് രക്ഷിക്കുന്ന ഓരോ സൈനികനെയും അപമാനിക്കുന്നതാണ് കേരള പോലീസിന്റെ FIR. സൈനിക വേഷത്തിൽ അതിർത്തി കാക്കുകയും മൂവർണ്ണ കൊടിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് മലയാളികൾ ഉണ്ടെന്നത് അധികാരികൾ ഓർമ്മിക്കണം. അതിനാൽ തന്നെ മാതൃരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഓരോ മലയാളിയും ഈ FIR-നെയും നാണംകെട്ട പ്രീണന രാഷ്ട്രീയത്തെയും എതിർക്കുമെന്നതിൽ സംശയം വേണ്ട എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയോ പാകിസ്ഥാനോ അല്ല കേരളം ഭരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആവുകയുമില്ല. ഇത് ഭാരതമാണെന്ന് കേരള പോലീസ് മറക്കാതിരുന്നാൽ നന്ന്. അവരോട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയനോടും തനിക്ക് പറയാനുള്ളത് രാജ്യദ്രോഹപരവും ലജ്ജാകരവുമായ FIR ഉടൻ തന്നെ പിൻവലിക്കണമെന്ന് തന്നെയാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു. ഈ വിഷയത്തിൽ നടൻ സന്തോഷ് പണ്ഡിറ്റ് പ്രതികരിച്ചിട്ടുണ്ട്. നോക്കാം എന്താണ് പ്രതികരണമെന്ന്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ ജനതയുടെ വിഷയമാണെന്നും രാജ്യസ്നേഹമുള്ളവർ അതെവിടെയും പറയുമെന്നും പൂക്കളത്തിൽ എഴുതി എന്നൊക്കെ വരുമെന്നും സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ:
കൊല്ലം ജില്ലയിലെ മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓണത്തിന് പൂക്കളമിട്ടപ്പോൾ അതിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്ക് പൂക്കളിൽ എഴുതി എന്നതിന്റെ പേരിൽ പൂക്കളമിട്ടവർക്കെതിരെ ചിലർ പരാതി കൊടുത്തു എന്ന വാർത്ത വായിച്ച് അത്ഭുതപ്പെടുന്നു. നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് കേരളത്തിലെ മൊത്തം ജനങ്ങളും അംഗീകരിക്കണം, യോജിക്കണം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം പറഞ്ഞാൽ പണ്ട് സദ്ദാം ഹുസൈൻ, ബിൻ ലാദൻ തുടങ്ങിയവർക്ക് വേണ്ടി സമരവും യോഗവും സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും അതിനെതിരല്ലേ? എന്നിട്ടും അതൊന്നും ആരും കലാപ ആഹ്വാനമായി പറഞ്ഞില്ല. ഇപ്പോൾ ഒരു ക്ഷേത്രമുറ്റത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതുന്നത് ഇത്ര വലിയ ക്രിമിനൽ മിസ്റ്റേക്കായി ആരും കരുതരുത്. എന്റെ അറിവ് വെച്ച് ഈ കേസൊന്നും കോടതിയിൽ പോയാലും നിലനിൽക്കില്ല. മാത്രവുമല്ല, അടുത്ത ഓണത്തിന് ഇതിൽ വേദന പൂണ്ട് നിരവധി ആളുകൾ സ്വന്തം വീട്ടിലും മറ്റിടങ്ങളിലും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയാൽ ആ വാക്ക് കേൾക്കുന്നത് പോലും പ്രകോപനമായി തോന്നുന്നവർ, ആ സംഭവത്തിൽ വേദനിക്കുന്ന ആളുകൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒരു പരാതി വരുമ്പോൾ കാര്യങ്ങൾ പഠിച്ച് പോലീസിന്റെ നിയമപ്രകാരം മുന്നോട്ട് പോകേണ്ടി വരുമല്ലോ. അതിനാൽ ഈ പരാതി ഉടനെ തന്നെ പിൻവലിക്കുക എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ ജനതയുടെ വിഷയമാണ്. രാജ്യസ്നേഹമുള്ളവർ അത് എവിടെയും പറയും. പൂക്കളത്തിൽ എഴുതി എന്നൊക്കെ വരാം. ഇതൊന്നും ഒരു പരാതിയാക്കേണ്ട കാര്യമില്ല എന്നും സന്തോഷ് പണ്ഡിറ്റ് വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ടി.പി. സെൻകുമാർ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിനിധാനം ചെയ്യുന്നത് രാഷ്ട്രവിരോധികളെയാണെന്ന് ഡോക്ടർ ടി.പി. സെൻകുമാർ പ്രതികരിച്ചു. ഏതവൻ പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കൾ കൊണ്ടെഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭരണഘടനയെയോ നിയമത്തെയോ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്, രാഷ്ട്രവിരോധികളെയാണ് എന്നായിരുന്നു ടി.പി. സെൻകുമാറിന്റെ വിമർശനം. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ ശക്തമാകുന്നു. പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിനിടയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നേരിട്ടെത്തി ഐക്യദാർഢ്യം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ വിവാദമായതാണ് അത്തപ്പൂക്കളത്തിൽ ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആലേഖനം ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.